മുണ്ടക്കൈ പുനരധിവാസ ഏകോപനത്തിന് പ്രത്യേക സമിതി. ചീഫ് സെക്രട്ടറിയാണ് സമിതി അധ്യക്ഷ. വിവിധ വകുപ്പ് സെക്രട്ടറിമാരും സമിതിയിലുണ്ട്. വിവരങ്ങളുമായി കെ.ആർ. സാജു ചേരുന്നുണ്ട്. സാജു, എങ്ങനെയാണ് സമിതി? മുണ്ടക്കൈ പുനരധിവാസത്തിന് സർക്കാരിന് ആവശ്യമായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി പ്രത്യേക സമിതിക്ക് രൂപം നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി അധ്യക്ഷയായിക്കൊണ്ടുള്ള പ്രത്യേക സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ഈ സമിതിയിൽ വിവിധ വകുപ്പ് സെക്രട്ടറിമാർ കൂടി പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ അടക്കം പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഉത്തരവിൽ ഏറ്റവും പ്രധാനമായും ഇവർക്കുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിമാരുടെ കൗൺസിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസൃതമായി പദ്ധതിയുടെ വ്യാപ്തിയും നിർവഹണ രീതിയും അന്തിമമാക്കാനുള്ള ചുമതല ഈ കമ്മിറ്റിയുടേതായിരിക്കും. പുനരധിവാസ സമിതിക്കും മന്ത്രിമാർക്കും നയപരമായ തീരുമാനങ്ങൾക്കായി ശുപാർശ ചെയ്യുന്നതും ഈ സമിതിയായിരിക്കും. മന്ത്രിസഭയ്ക്ക് അംഗീകരിച്ച മൊത്തത്തിലുള്ള രൂപരേഖകൾക്കുള്ളിൽ പദ്ധതിയുടെ ആവശ്യകതയും രൂപകൽപ്പനയും അവലോകനം ചെയ്ത് അതിനെ അന്തിമമാക്കുന്ന ഉത്തരവാദിത്വവും ഈ കമ്മിറ്റിക്കായിരിക്കും. കരാർ ഒപ്പിടുന്നതിന് മുമ്പ് പദ്ധതിയുടെ അന്തിമ സാമ്പത്തിക ചെലവും സമയപരിധിയും പുനരധിവാസ സമിതിക്ക് ശുപാർശ ചെയ്യുക, പദ്ധതി നിർവഹണം നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക, പദ്ധതിയുടെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഷെഡ്യൂളുകളും അവലോകനം ചെയ്യുകയും അന്തിമമാക്കുകയും ചെയ്യേണ്ട ചുമതല ഈ ഏകോപന സമിതിക്കായിരിക്കും. സ്പെഷ്യൽ ഓഫീസറും തൊഴിലുടമയും പ്രതിനിധിയും പദ്ധതി നടപ്പിലാക്കുമ്പോൾ നിർദ്ദേശിച്ച മാറ്റങ്ങൾ, അംഗീകാരം എന്നിവയ്ക്കായി വിലയിരുത്തേണ്ടത് സമിതിയാണ്. ഒപ്പം തന്നെ സ്പെഷ്യൽ ഓഫീസർ, കോൺട്രാക്ടർ എന്നിവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കണം. ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഉറപ്പാക്കാൻ അതിൻ്റെമായി ബന്ധപ്പെട്ട ഏജൻസികൾക്കിടയിലുള്ള ഏകോപനവും ഈ സമിതിയുടെ ഉത്തരവാദിത്തമായിരിക്കും. ഒപ്പം ഓഡിറ്റും വിലയിരുത്തലും ഈ സമിതി തന്നെയായിരിക്കണം നടത്തേണ്ടത്. സ്പോൺസർഷിപ്പുകളും ചെലവുകളും ഉൾപ്പെടെയുള്ള പദ്ധതിയുടെ ഫണ്ടിംഗ് സംബന്ധിച്ച അവലോകനം ചെയ്യലും ഈ സമിതിയുടെ ഉത്തരവാദിത്തമായിരിക്കും. സ്പെഷ്യൽ ഓഫീസർ നിയുക്ത അധികാരങ്ങൾക്ക് മുകളിൽ സിംഗിൾ ബിൽ പേയ്മെന്റ് അംഗീകരിക്കേണ്ടതും ഈ സമിതിയായിരിക്കും. ആവശ്യമെങ്കിൽ ഉയർന്നു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള റോളുകളിലും ഉത്തരവാദിത്തങ്ങളിലും സാമ്പത്തിക മാർഗനിർദ്ദേശങ്ങളിലും മാറ്റങ്ങൾ വരുത്തേണ്ടതും ഈ സമിതിയായിരിക്കും. ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 72 നടപ്പിലാക്കേണ്ട ഘട്ടങ്ങളിൽ ശുപാർശ ചെയ്യേണ്ടതും സമിതിയായിരിക്കും. ചെയർപേഴ്സണോ കമ്മിറ്റി അംഗങ്ങളോ ചെയർപേഴ്സന്റെ അംഗീകാരത്തോടെ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന ടൗൺഷിപ്പുമായി അനുബന്ധ ആവശ്യകതയും ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഏതൊരു വിഷയവും പരിഗണിക്കേണ്ടത് ഈ സമിതിയായിരിക്കും. ആവശ്യമെങ്കിൽ എവിടെയും തിരുത്തലുകൾ വരുത്താനും സർക്കാരിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ശുപാർശ ചെയ്യേണ്ടതും ഈ സമിതിയായിരിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് 15 അംഗ ഇവർക്കുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളും ഈ ഉത്തരവിനൊപ്പം സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വയനാട് പുനരധിവാസ പദ്ധതി അവലോകനം ചെയ്യാനുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ യോഗം ചേരുന്നുണ്ട്. അതിനു മുന്നോടിയായിട്ടാണ് ഈ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവ് പ്രകാരം വിവിധ വകുപ്പുകളുടെ, അതായത് വാട്ടർ റിസോഴ്സ്, ഒപ്പം തന്നെ ഫിനാൻസ്, പവർ ഡിപ്പാർട്ട്മെന്റ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, PWD, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഒപ്പം തന്നെ ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നിവയുടെയൊക്കെ അംഗങ്ങൾ, പ്രതിനിധികൾ ഈ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുണ്ടാവും. വയനാട് കളക്ടർ ഇതിൻ്റെ ഭാഗമാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ഇതിൻ്റെ ഭാഗമായിരിക്കും. ചീഫ് ടൗൺ പ്ലാനർ ഓഫീസറും ഇതിനകത്ത് ഉണ്ടാകും. ഇത്തരത്തിലുള്ള ഒരു വലിയ സമിതിക്കാണ് സർക്കാർ രൂപം നൽകിയിരിക്കുന്നത്. അതായത് ഇനി ഈ സമിതിയുടെ കീഴിലായിരിക്കും വയനാട് മുണ്ടക്കൈയിലെ ടൗൺഷിപ്പ് നിർമ്മാണവും അതുപോലെ തന്നെ സമാന്തരമായി നടക്കേണ്ട എല്ലാ പുനരധിവാസ പ്രവർത്തനങ്ങളും ഈ സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും നടക്കുക. ധന്യ. ശരി സാജു.